ഇന്ന് മുഖ്യമന്ത്രി വേറൊരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. നാട് മുഴുവൻ വ്യഭിചരിച്ച് നടന്നവനെ പ്രതിപക്ഷ നേതാവ് പിന്തുണച്ചു എന്നുള്ളൊരു വാക്ക്. സ്വയം കണ്ണാടി നോക്കിയാൽ മതി പിണറായി വിജയൻ. സ്വയം ഒന്ന് കണ്ണാടി നോക്കണം. അപ്പോഴാണ് PT കുഞ്ഞുമുഹമ്മദിനെതിരായി അല്ലേ ഒരു ചലച്ചിത്ര പ്രവർത്തക കൊടുത്ത പരാതി പോലീസിന് കൊടുക്കാതെ പൂഴ്ത്തിവെച്ച മുഖ്യമന്ത്രിയുടെ മുഖം മുഖ്യമന്ത്രി കാണും, കണ്ണാടിയിൽ കാണും. കണ്ണാടിയിൽ അല്ലേ 2 കൊല്ലം MLAക്കെതിരായി ആക്ഷേപം വന്നിട്ടും ഒരു അച്ചടക്ക നടപടി പോലും എടുക്കാത്ത പാർട്ടി നേതാവായ പിണറായി വിജയൻ്റെ മുഖവും അദ്ദേഹത്തിന് കണ്ണാടിയിൽ കാണാം. തിരിഞ്ഞു നോക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് എന്താണ് ഇക്കാര്യത്തിലൊക്കെ എടുത്ത നിലപാട് എന്ന് കാർക്കശ്യം നിറഞ്ഞ നിലപാടെടുത്ത ഒരാളാണ് ഞാൻ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കേരള രാഷ്ട്രീയത്തിൽ ഒരാളും എടുക്കാത്ത, എനിക്ക് വിഷമമുണ്ടാക്കിയിട്ടുണ്ട്, എനിക്ക് എൻ്റെ ചങ്ക് പൊട്ടിക്കൊണ്ടാണ്. എങ്കിലും ആ തീരുമാനം കാർക്കശ്യം നിറഞ്ഞ തീരുമാനമാണ് എടുത്തത്. ഈ മുഖ്യമന്ത്രി എന്താ 2013 ഉമ്മൻചാണ്ടി മന്ത്രിസഭയുള്ളപ്പോൾ ഗണേഷ് കുമാറിനുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടായി. എല്ലാവരും പറഞ്ഞു കുടുംബ പ്രശ്നം. അന്ന് പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയോട് ഗണേശനെ പുറത്താക്കണമെന്ന് പറഞ്ഞു. ഗണേശൻ്റെ രാജി എഴുതി വാങ്ങി ഉമ്മൻചാണ്ടി. ഇപ്പം അതിനേക്കാൾ രൂക്ഷമായ പ്രശ്നം ഗണേശൻ്റെ ഉണ്ടായി. അപ്പം മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ, രാജിവെക്കേണ്ട ആവശ്യമില്ല, കുടുംബ പ്രശ്നമാണെന്ന് പറയുന്നു. ആ 2013 ഈ 2026 കൂടി ഒന്ന് കൂട്ടിവെച്ചിട്ട് ഒന്ന് കണ്ണാടി നോക്ക്. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ അവളോടൊപ്പമല്ല, നിങ്ങൾ അവന്മാരോടൊപ്പമാണ്. വൃത്തികേട് കാണിക്കുന്നവന്മാരോടൊപ്പം, വൃത്തികേട് കാണിക്കുന്ന തോന്നിയാസം കാണിക്കുന്നവരോടൊപ്പമാണ്. അയ്യപ്പൻ്റെ സ്വർണം കക്കുന്നവരോടൊപ്പമാണ്. അയ്യപ്പൻ്റെ ദ്വാരപാലക വിഗ്രഹം കൊണ്ടുപോയി കോടീശ്വരന്മാർക്ക് വിറ്റ കവർച്ചക്കാരുടെ കൂടെയാണ് നിങ്ങൾ. നിങ്ങൾ സ്ത്രീകളെ അപമാനിച്ചവരുടെ കൂടെയാണ് നിങ്ങൾ അവളോടൊപ്പമല്ല, നിങ്ങൾ അവന്മാരോടൊപ്പം, വൃത്തികെട്ടവന്മാരോടൊപ്പമാണ് നിങ്ങളെ കണ്ണാടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് എൻ്റെ മറുപടി പിണറായി വിജയനുള്ള. ഒരു വിവരാവകാശ രേഖ പുറത്തുവന്നിട്ടുണ്ട്. അതായത് മോഹൻലാലുമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന് ഏതാണ്ട് 11.25 ലക്ഷം രൂപ ചെലവായിട്ടില്ല. അത് സർക്കാർ ഖജനാവിൽ നിന്നാണ് പണം ചെലവായി. സർക്കാർ ഖജനാവിൽ നിന്ന് രാഷ്ട്രീയ പ്രചരണം നടത്തിയല്ലേ? ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 6 മാസമായി ആയിരക്കണക്കിന് കോടി രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. നിങ്ങൾ അവർ വെച്ചിരിക്കുന്ന ഹോർഡിംഗ് നോക്കി, അതെല്ലാം PRDയുടെ ഹോർഡിംഗ് ആയിരുന്നു നേരത്തെ. അതിപ്പോൾ ഇലക്ഷൻ വന്നപ്പോൾ മാറ്റി ഇത് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം സർക്കാർ ചെലവിൽ എല്ലാ പരസ്യങ്ങളും ഒരു ഗവൺമെൻറ്റും കേരളത്തിൽ ചെയ്യാത്ത രീതിയിൽ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തണമെങ്കിൽ ഞാൻ മോഹൻലാലും അദ്ദേഹവും നടത്തിയ ആ സംഭാഷണത്തെ വിമർശിച്ചില്ലല്ലോ. അദ്ദേഹത്തിന് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി എല്ലാവരും ഇഷ്ടപ്പെടുന്ന നടനുമായി ചർച്ച ചെയ്യാനുള്ള അവകാശമുണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ ചെലവിൽ വേണ്ട, നാട്ടുകാരുടെ ചെലവിൽ അത് ചെയ്തത് വളരെ മോശമായിപ്പോയി. ആ പൈസ പിണറായി വിജയൻ ഖജനാവിലേക്ക് തിരിച്ചടക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. KNA ഖാദർ 2021 ഗുരുവായൂർ സമാനമായിട്ട് ഡീൽ നടന്നിട്ടുണ്ടെന്നൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. KNA ഖാദർ ഇപ്പോൾ 2021 ഗുരുവായൂർ വെച്ചിട്ട് CPM അതുപോലെ തന്നെ BJP തമ്മിൽ ഡീൽ അതുണ്ടായിട്ടുണ്ടെന്നേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. എന്തിനാ ADGP അജിത് കുമാർ RSS നേതാവിനെ കാണാൻ പോയത്? എന്തിനാ കാണാൻ പോയത്? വല്ല സൗഹൃദ സംഭാഷണം നടത്താൻ പോയതാണോ? എല്ലാവർക്കും അറിയാമല്ലോ. ഇതെല്ലാം പരസ്യമായ വേഷങ്ങളല്ലേ. ഈ പ്രാവശ്യത്തെ ഡീല് ഞങ്ങൾ പൊളിച്ചടുക്കും. എത്രയോ മനോഹരമായ വാക്ക് മലയാള ഭാഷയിലുണ്ട്. ചെറ്റത്തരം കാണിച്ചു എന്നാ പറഞ്ഞു, മനസ്സിലായില്ലേ? അതിന് G. സുധാകരൻ നല്ല മറുപടിയും കൊടുത്തിട്ടുണ്ട്. ചെറ്റ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർ ജീവിക്കുന്ന കുടിലാണെന്ന് അദ്ദേഹം പറഞ്ഞത്, മനസ്സിലായില്ലേ? അപ്പോൾ ഇവരുടെയൊക്കെ ഒരു മനോഭാവം എന്ന് പറയുന്നത് ഉള്ളിലൊരു മുതലാളിത്ത മനോഭാവമാണ്. കമ്മ്യൂണിസ്റ്റാന്നൊക്കെ ചുമ്മാ പറയാം. ഒരാൾ എനിക്കൊരു ചോദ്യമുണ്ട് സാറെന്ന് പറയുമ്പോൾ വീട്ടിൽ പോയി ചോദിക്കണമെന്ന് പറയാം. ഞങ്ങളാരെങ്കിലും പറയും? നിങ്ങൾ എത്ര അപ്രിയങ്ങളായ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇല്ലേ? എത്ര അപ്രിയങ്ങളായ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്? ഞങ്ങൾ ആരെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടോ? ആവർത്തിച്ച് ചോദിച്ച് വേറെ ആർക്കും ചോദ്യത്തിന് അവസരം കൊടുക്കാതിരിക്കുമ്പോഴാണ് ഞാൻ പറയാറുള്ളത്, പ്ലീസ് ചേട്ടാ നിർത്ത്, മറ്റവർക്ക് കൂടി കൊടുക്കാൻ പറയാം. അല്ലാതെ ഞങ്ങളൊക്കെ രാവിലെ വന്നിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുഴുവൻ ഉത്തരം പറയല്ലേ? ഒരു ചോദ്യം പോലും ചോദിക്കാൻ പാടില്ല. എന്താ MP വീരേന്ദ്രകുമാറിൻ്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ, അനുസ്മരണ പ്രവേശനം ഉദ്ഘാടനം ചെയ്യാൻ വന്ന എഴുത്തുകാരനായ സാംസ്കാരിക പ്രവർത്തകൻ രാമേന്ദ്ര ഗുഹ എന്താ പറഞ്ഞത്? ഇന്ത്യ കണ്ട
ഏറ്റവും വലിയ ഏകാധിപതിയായ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. മുൻതൊടുത്ത മോഡി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിണറായി വിജയനെ, അദ്ദേഹം EMSനെ, ജ്യോതി ബാസുവിനെ, മണിക് സർക്കാരിനെയൊക്കെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അത് ഇവിടെ ഓടൊന്നുമില്ല, ഇതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ഞങ്ങളടുത്ത് ഒന്നും ഓടില്ല. UDF അധികാരത്തിൽ വന്നാലും മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ രമേശ് ചെന്നിത്തലയാണെന്ന് കെ സുധാകരൻ അല്പനേരം മുമ്പ് പറഞ്ഞു. അല്ല, അതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായം. അതിനെന്താ തെറ്റെന്താ? രമേശ് ചെന്നിത്തല അയോഗ്യനായിട്ടുള്ള ആളാണ്. പാലക്കാട് NMR റിസൾട്ടിൽ ഒരു മുസ്ലിം വിഭാഗത്തിലുള്ള സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ടാണ് അവിടെ ഡീൽ ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നതെന്നാണ് ഇന്നലെ. അല്ല, എന്താണ് റസാഖിന്റെ പശ്ചാത്തലം? റസാഖിനെ നിർത്താൻ എന്താ കാരണം? അവർക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയെ നിർത്താം, ഇഷ്ടമല്ല. കാരണം ഒരു 3-ാം സ്ഥാനത്തായിരുന്നു, പരിതാപകരമായ 3-ാം സ്ഥാനത്താണ്. മനസ്സിലായില്ലേ? നിങ്ങൾക്കറിയാമല്ലോ, അവിടുത്തെ സോഷ്യൽ ഇക്വേഷൻസ് അറിയാമല്ലോ. എന്തുകൊണ്ടാണ് ബിസിനസ്സുകാരനായ പശ്ചാത്തലമില്ലാത്ത റസാഖിനെ നിർത്തിയത്? രമേശ് പിഷാരടി കഴിഞ്ഞ ഒരു ദശാബ്ദകാലത്തിലധികമായി കോൺഗ്രസ് വേദിയിൽ എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്ന, ഞാൻ കോൺഗ്രസ്സുകാരനാണ് എന്ന അഭിമാനത്തോടെ പറയുന്ന ഒരു ചലച്ചിത്ര പ്രവർത്തകനാണ്, അല്ലേ? എൻ്റെ 2016 തെരഞ്ഞെടുപ്പിൽ എനിക്ക് വേണ്ടി പ്രചരണം നടത്താൻ വന്നിട്ടുണ്ട്. 2021 എനിക്ക് വേണ്ടി പ്രചരണം നടത്താൻ വന്നിട്ടുണ്ട്. കേരളം മുഴുവൻ എല്ലാ ജില്ലകളിലും പോയി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും UDFന് വേണ്ടി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ 2019, 24 എല്ലായിടത്തും പ്രചരണം നടത്തിയ ഞാൻ കോൺഗ്രസ്സുകാരനാണ് എന്ന് പറയുന്ന നേതാവാണ്. മനസ്സിലായില്ല? അദ്ദേഹത്തെ കോമാളി എന്ന് വിളിച്ച് എത്രമാത്രം അധപ്പതിച്ചു CPM നേതാക്കൾ, എത്രമാത്രം അധപ്പതിച്ച്. ഇവരുടെയൊക്കെ ഉള്ളിലുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലവർ, ഇവരുടെയൊക്കെ ഉള്ളിലുള്ളത് ഇതാണ്, ഈ ധാർഷ്ട്യവും ധിക്കാരവുമാണ്. അതെങ്ങനെ? ഒരു ലത്തീൻ സഭയ്ക്കൊന്നും ഒരു അമർഷവും ഇല്ല. ഞാൻ പുതുയുഗ യാത്രയുടെ 100-ലധികം വേദിയിൽ പ്രസംഗിച്ച അതേ കാര്യമാണ് പറഞ്ഞത്. കേരളത്തിൽ ഒരാളും വർഗീയത പറയുന്ന ആളുകൾ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി UDFന്റെ അടുത്തേക്ക് വരണ്ടെന്ന് പറഞ്ഞത്. ലത്തീൻ സഭ വർഗീയത പറയുന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ലത്തീൻ സഭ ഒരിക്കലും വർഗീയത പറയാത്തവരാണ്. അല്ല, അവര് ഒരിക്കലും വർഗീയത പറയുന്നവരെന്ന് ഞാൻ പറഞ്ഞത്. ലത്തീൻ സഭ ഒരിക്കലും വർഗീയത പറഞ്ഞിട്ടില്ല. ഞാൻ കൊച്ചിയിൽ പ്രസംഗിച്ചത് നിങ്ങൾ 1-2 ചാനൽ കട്ട് ചെയ്തെടുത്ത് അത് ലത്തീൻ സഭയ്ക്ക് എതിരായിട്ടാക്കിയതാ. ഞാൻ 100-ലധികം വേദിയിൽ എൻ്റെ പ്രസംഗം മുഴുവൻ സോഷ്യൽ മീഡിയ ഹാൻഡിൽ കിടക്കുന്നുണ്ട്. 100-ലധികം സ്റ്റേജുകളിൽ പറഞ്ഞ കാര്യം കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഞാൻ കാസർഗോഡ് പോയി പറഞ്ഞത് ലത്തീൻ സഭയ്ക്കെതിരാണ്. അതൊക്കെ നിങ്ങളങ്ങനെ ചിലരെ ആക്കുകയാണ്. ലത്തീൻ സഭ വർഗീയത പറയുന്നവരല്ല. അവർ വർഗീയത ഉണ്ടായാൽ അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാ. ഞങ്ങളവരെ അഭിനന്ദിക്കുന്നവരാണ്. അവരെക്കുറിച്ചല്ല പറഞ്ഞത്. വർഗീയത പറയുന്ന ഇഷ്ടംപോലെ ആളുകളില്ലേ? ഒരു തീപ്പൊരി വീണാൽ ആളെ കത്തിക്കാൻ ശ്രമിക്കുന്ന വർഗീയവാദികൾ കേരളത്തിലുണ്ടല്ലോ. ആ വർഗീയവാദികൾക്കെതിരായി വിട്ടുവീഴ്ചയില്ലാത്ത അവരാണ് ഞങ്ങളുടെ ഈ വോട്ട് ബാങ്ക് ഉണ്ട്, ഞങ്ങൾ തോപ്പിച്ചു കളയും എന്നൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പൊ എനിക്കെതിരെ അല്ലല്ലോ, എനിക്കെതിരെ നേരത്തെ BDJ സ്ഥാനാർത്ഥിയാണ്, അവിടെ BJP സ്ഥാനാർത്ഥിയാക്കി. എന്നിട്ട് എന്താ ഉയർന്ന BJP നേതാവ് എന്താ പറഞ്ഞത്? 3-ാമത്തെ സ്ഥാനത്ത് വരുന്നവർ സതീശനെ തോപ്പിക്കാൻ 2-ാം സ്ഥാനത്ത് വരുന്നവർക്ക് വോട്ട് മറിച്ചു കൊടുക്കണോ? അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? അതല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കെതിരായിട്ട് BJP സ്ഥാനാർത്ഥിയുണ്ട്, SDPI സ്ഥാനാർത്ഥിയുണ്ട്, എല്ലാം ഉണ്ട്. എന്തുകൊണ്ടാ? വർഗീയതയ്ക്കെതിരായി വിട്ടുവീഴ്ചയില്ലാത്ത കാർക്കശ്യം നിറഞ്ഞ നിലപാടെടുക്കുന്നുണ്ട്. അതിനെ ലത്തീൻ സഭയായിട്ട് കൂട്ടി വായിക്കണ്ട. ലത്തീൻ സഭ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഒരു വർഗീയ പ്രചരണവും ഇന്നുവരെ നടത്താത്ത സമുദായ സൗഹാർദ്ദത്തിന് വേണ്ടി നിലകൊള്ളുന്ന സഭയാണ്. VD സതീശൻ പ്രതിപക്ഷ നേതാവ്. മൊത്തത്തിൽ കൊള്ളയാണ്. സഹകരണ ബാങ്കുകളിൽ മുഴുവൻ കൊള്ളയാണ്. മുൻ MLA ഭാര്യയാണ് രാജിവെച്ച് പോയത്. കട്ടവനെതിരായി പാർട്ടി ഒരു നടപടി എടുക്കുന്നില്ല. എന്നിട്ട് ഇവരെ അവിശ്വാസ പ്രമേയത്തിൽ പുറത്താക്കാൻ നോക്കുക. ഇത് ചൂണ്ടിക്കാണിച്ചവര് കളവാണ്. കമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരാണ് CPM-കാർ. അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റാമെങ്കിലാണ് പിന്നെ ബാങ്ക്. പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഡീൽ എന്നുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അല്പം മുൻപാണ് മുഖ്യമന്ത്രി ചരിത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്
കോൺഗ്രസും BJPയും RSSും ഒക്കെ ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ധാരണകളെ പറ്റി സൂചിപ്പിച്ചത്. അതിനുള്ള മറുപടി മുൻപ് നിയമസഭയിൽ നടത്തിയത് തന്നെയാണ് VD സതീശൻ. 1977 കൂത്തുപറമ്പിൽ നിന്നും പിണറായി വിജയൻ നിയമസഭയിലേക്ക് എത്തിയത് RSSന്റെ പിന്തുണയോടുകൂടിയല്ലേ എന്നുള്ളത് അന്ന് അതിനുള്ള വിശദീകരണവും മുഖ്യമന്ത്രി നൽകിയതാണ്. 77 70 താൻ നിയമസഭയിലേക്ക് എത്തിയിരുന്നു. 77 പക്ഷേ അന്നത്തെ സാഹചര്യം അടിയന്തരാവസ്ഥയായിരുന്നു. അന്ന് ജനതാ പാർട്ടിയുടെ പിന്തുണ തേടിയിരുന്നു ഇടതുപക്ഷം. ദേശീയ തലത്തിൽ ജനതാ പാർട്ടിയുമായി സഹകരിച്ച അന്നത്തെ പ്രതിപക്ഷം ജനതാ പാർട്ടിയായിരുന്നു. അവരുമായി മുന്നോട്ട് പോയിരുന്നു. അതിന്റെ വിശദീകരിച്ചതാണ്. അതേ ആരോപണം വീണ്ടും ഉന്നയിക്കുകയാണിപ്പോൾ VD സതീശൻ.